ഹേ ഗൈസ്, ഒരു ആനനെ തിന്നാനുള്ള വിശപ്പായിട്ടാണ് ഞാൻ സ്കൂളിൽ നിന്ന് വന്നത്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് നോക്കുമ്പോൾ ആന പോയിട്ടൊരു എലി പോലും ഇല്ല എന്ന് പറയേണ്ടി വരും, ഒന്നും തിന്നാനില്ല. അപ്പം തന്നെ പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊരു ഉള്ളിവടയാക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെ നല്ല സവാളയെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉപ്പെല്ലാം നന്നായിട്ട് തിരുമ്മി വെച്ചേ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ കടലമാവാണ് ഞാൻ ഇതിലേക്ക് ഇട്ടത്. അല്ലടാ ഈ സ്പൂണൊക്കെ എപ്പോഴാണ് ഉണ്ടായത്? അപ്പോൾ സ്പൂണ് വെച്ച് ഇളക്കൽ പരിപാടി നടക്കാതിരുന്നപ്പോൾ ഞാൻ കൈവച്ച് പരിപാടി നോക്കി. അതിനിടയിൽ ഒരു സ്പൂണിലധികം ഞാൻ നല്ല വറുത്ത അരിപ്പൊടി, ഒരു 1-2 സ്പൂൺ ഉണ്ടാവും. അതിനുശേഷം കായപ്പൊടിയാണ് ഇട്ടത്. അപ്പോൾ കായപ്പൊടി തികച്ചും ഓപ്ഷണലാണ്, വേണ്ടുന്നവർ മാത്രം ഇട്ടാൽ മതി. അപ്പോൾ തോന്നി ഇത്തിരി ക്രഞ്ചി ആയിക്കോട്ടെ എന്ന് ഇത്തിരി റവ, നല്ല വറുത്ത റവയും കൂടി അതിലിട്ടു. പിന്നെ നമ്മുടെ മുളക് പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചൂടായ എണ്ണയിലേക്ക് സ്പൂൺ വെച്ച് കോരി വെച്ചു. അപ്പോൾ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. പുറത്ത് നല്ല മഴയുണ്ട്. ആവശ്യാനുസരണം നല്ല ബ്രൗൺ കളറാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് ഇട്ട് ബാക്കിയുള്ളത് കൂടി നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ വീഡിയോസിലെല്ലാം കാണുന്ന പോലെ തന്നെ നല്ല പുറത്ത് നല്ല തകർത്ത് പെയ്യുന്ന മഴ, നല്ല ചൂട് കട്ടൻ ചായ, അതിൻ്റെ കൂടെ ഇതുപോലുള്ള വടകൾ. ആഹാ, അന്തസ്, എന്താ കോമ്പിനേഷൻ. അങ്ങനെ നമ്മുടെ വടയൊക്കെ റെഡിയായി. നമ്മൾ കഴിക്കാൻ പോകട്ടോ. അമ്മയോട് ചോദിക്കാം, എന്തുകൊണ്ട് രസമുണ്ടോ? നല്ല കോമ്പിനേഷൻ. ഉയ്യൻ്റെ അമ്മ, ഈ ക്യാമറ പിതുങ്ങാനാണ് ഈ പെണ്ണിങ്ങനെ വെക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. എൻ്റെ മൂക്കുത്തി പുതിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണൂരിലുള്ള കല്യാൺ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് ഞാൻ വാങ്ങിയത്. ഡയമണ്ടിൻ്റെ ഒരു മൂക്കുത്തി. ഇഷ്ടമെങ്കിൽ പറയണേ. സൗണ്ട് കേൾക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത്, കാരണം നല്ല അത്ര ക്രിസ്പിയാണ്. അതിൻ്റെ കൂടെ തൽക്കാലം നമ്മൾ മാറ്റിപ്പിടിച്ചു കേട്ടോ, കട്ടൻ ചായ ഒന്ന് മാറ്റിപ്പിടിച്ചു. അപ്പോൾ എന്തായാലും തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു. സ്കൂളിൽ നിന്ന് വന്നിട്ടൊന്നും തിന്നാനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. പക്ഷേ ഒന്നും പറയാനില്ല, സൂപ്പർ, മസ്റ്റ് ട്രൈ. ക്രിസ്പി ആൻഡ് ക്രഞ്ചി, സൂപ്പർ. ഇതൊന്നും കണ്ട് ആരും കൊതുവിട്ട് എനിക്ക് പണി തരല്ലേ. അപ്പോൾ അങ്ങനെ ആവട്ടെ, എന്തായാലും പെട്ടെന്ന് തന്നെ ഞാൻ കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കലെന്നൊന്ന് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.